ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും കാരണമില്ലാതെ ഇറങ്ങിപ്പോവുകയും സെപ്പറേഷനിൽ 2 വർഷമായി വേർപിരിഞ്ഞ് നിൽക്കുകയും ചെയ്താൽ മെയിന്റനൻസ് ലഭിക്കില്ല. റീസെന്റായി ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവാണിത്. പലരും ഇതേക്കുറിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് മെയിന്റനൻസ് ഏതൊക്കെ അവസരത്തിൽ ചോദിക്കാം? ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 24 പ്രകാരം ഡൈവോഴ്സ് കേസ് നിലനിൽക്കുമ്പോൾ താൽക്കാലിക മെയിന്റനൻസിന് ആവശ്യപ്പെടാം. ഡൈവോഴ്സിന് ശേഷം സെക്ഷൻ 25 പ്രകാരം മെയിന്റനൻസിനും അല്ലെങ്കിൽ പെർമനന്റ് അലിമണിക്കും അപേക്ഷ നൽകാം. മെയിന്റനൻസ് തുക നിർണ്ണയിക്കാൻ കോടതി ഇരുവരുടെയും വരുമാനം, ജീവിത നിലവാരം, ആവശ്യങ്ങൾ മുതലായവ പരിഗണിക്കും. ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിന്റനൻസ് ആക്ട് 1956 പ്രകാരം ഒരു ഹിന്ദു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭക്ഷണം, വസ്ത്രം, താമസം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മെയിന്റനൻസ് ലഭിക്കും. DV ആക്ട് പ്രകാരം വേണമെങ്കിൽ മെയിന്റനൻസ് ആവശ്യപ്പെടാം. മെയിന്റനൻസ് അനുവദിക്കുമ്പോൾ കോടതി ഭാര്യയുടെ വരുമാനം പരിഗണിക്കും. കൂടാതെ ഭർത്താവിന്റെ ബാധ്യതകളും ചെലവുകളും പരിഗണിക്കും. ഡൈവോഴ്സിന് ശേഷം ഭാര്യ പുനർവിവാഹം കഴിച്ചാൽ മെയിന്റനൻസ് ലഭിക്കുകയില്ല. ഇനി പെർമനന്റ് അലിമണി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാവുകയില്ല. DV ആക്ട് പ്രകാരമുള്ള മെയിന്റനൻസും പുനർവിവാഹത്തിലൂടെ അവസാനിക്കും. സെക്കൻഡ് മാരേജ് ലീഗലി പ്രൂവ് ചെയ്യണം. 2ാം വിവാഹത്തിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ അത് നന്നായിരിക്കും. കല്യാണ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ, കല്യാണ ഇൻവിറ്റേഷൻ കാർഡ് ഇവയൊക്കെ കോടതി തെളിവായി എടുക്കുന്നതാണ്. സെക്കൻഡ് ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നൈബേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് വാങ്ങി തെളിവായി ഹാജരാക്കാവുന്നതാണ്. മെയിന്റനൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണമോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ആമീസ് വേൾഡ് 2025 വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.